നമ്മളോട് പറയുന്ന ദൈവശബ്ദത്തോടൊക്കെ 100% നീതി പുലർത്താൻ നമുക്ക് കഴിയണം. പൗലോസ് കേട്ടത് ഈ ശബ്ദം എന്താ? ധൈര്യമായിട്ടിരിക്കുക, നീ റോമയിൽ എൻ്റെ സാക്ഷിയാകും. ഒരു വാക്യം നമ്മൾ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 26:28-27 കൂടെ വായിക്കാം. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. സാഹചര്യങ്ങളെല്ലാം പൗലോസിന് പ്രതികൂലമാണ്, പക്ഷെ ദൈവം മാത്രം അവന് അനുകൂലമാണ്. അതുകൊണ്ട് എന്താ ചെയ്യുക? ഫേലിക്സിൻ്റെ മുമ്പിൽ ഈ കർത്താവിനെ പറയുക. വരുവാനുള്ള ന്യായവിധി, നീതി, ഇന്ദ്രിയ ജയം എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഫേലിക്സ് പേടിച്ചു പോയി. പിന്നെ തരം കിട്ടുമ്പോൾ നിന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ അഗ്രിപ്പാവിൻ്റെ മുമ്പിലായിരിക്കുക. അഗ്രിപ്പാവിനെ കുറിച്ച് ആമേൻ അവിടെ ഒരു നല്ലൊരു ആമേൻ ചിന്ത പൗലോസ് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്ത നിമിഷം ഈ സുവിശേഷം ഇങ്ങനെ കേട്ട് വരുമ്പോൾ അഗ്രിപ്പാവിന് തോന്നുക, ഇവൻ എന്നെ ക്രിസ്ത്യാനിയാക്കാനായിട്ട് പോവാന്ന് കേട്ടോ. പ്രസംഗിക്കാൻ പറഞ്ഞ ആ ശബ്ദത്തെ എത്ര ഭവ്യതയോടും എത്ര സമർപ്പണത്തോടും കൂടെ പൗലോസ് അത് ഏറ്റെടുത്തത് കൊണ്ടുള്ള റിസൾട്ട് കണ്ടോ? എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ ഇവൻ അതിനെല്ലാം സ്വാധീനിക്കുക. രാജാവിനെ പോലും, അഗ്രിപ്പ രാജാവിനെ പോലും സ്വാധീനിക്കത്തക്ക രീതിയിൽ ഈ ചങ്ങലയിൽ കിടക്കുന്ന ഈ മനുഷ്യൻ്റെ വാക്കുകൾ അത് ദൈവശബ്ദമായതുകൊണ്ടല്ലേ? ഈ കാലഘട്ടത്തിൽ നമ്മളിലൂടെയും മുഴങ്ങിക്കിടക്കേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ബാക്കി ഒന്നും ദേശത്തെ സ്വാധീനിക്കത്തില്ല കേട്ടോ. ബാക്കി മെറ്റീരിയൽ ബ്ലെസ്സിങ്ങും ലോകത്തിലെ ഓഫറുകളും ഒക്കെ എന്തൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒഴുകിപ്പോകും, ഒലിച്ചു പോകും. പക്ഷേ ദൈവത്തിൻ്റെ വചനം, അന്നും ഇന്നും മാറാത്ത ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ ആധികാരികതയോടുകൂടെ നിയോഗത്തോടുകൂടെ ദൈവശബ്ദമായൊരു കൊടുങ്കാറ്റ് പോലെ പറയേണ്ടവരോട് ധൈര്യത്തോടെ പറയാൻ കയ്യെ ചങ്ങല കടക്കുമ്പോൾ ഈ മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് അവൻ കേട്ട ദൈവശബ്ദമാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ കേൾക്കുന്ന ദൈവശബ്ദം പ്രതികൂലങ്ങളുടെ നടുവിൽ തല ഉയർത്തിപ്പിടിച്ച അഭിമാനത്തോടെ കർത്താവിനെ ഉയർത്താൻ നിങ്ങളെ പ്രാഗൽഭ്യമുള്ളവരാക്കി മാറ്റും. ഒരു സംശയമില്ല കേട്ടോ. സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കെതിരായിരിക്കാം, വിദ്യാഭ്യാസമൊന്നും വലുതായിട്ട് കാണത്തില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു ദൈവ പൈതലാണെന്നുള്ള ഒറ്റ ലേബലിൽ ആ പദവിക്കകത്തുനിന്നുകൊണ്ട് കാര്യങ്ങളെ തിരിക്കുന്ന അസാധാരണമായ വ്യക്തിത്വമായിട്ട് മാറാൻ കഴിയും. നിങ്ങളുടെ കാര്യം കർത്താവ് പറയുന്നത്. ദൈവം അത് ചെയ്യട്ടെ. കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് കർത്താവ് അത് ചെയ്യട്ടെ. ഇന്നുവരെ കാണാത്ത ചില തിരിവുകൾ നിങ്ങളിലൂടെ നടക്കും, തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട്. ആമേൻ. ഈ മനുഷ്യൻ പറയുക, നീ അല്പം കൊണ്ട് തന്നെ ക്രിസ്ത്യാനിയായിത്തീരാൻ സമ്മതിപ്പിക്കുന്നു. അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ. എൻ്റെ കയ്യെ കിടക്കുന്ന ഈ ചങ്ങല കണ്ടോ? ഇത് സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചങ്ങലയാണ്. ഈ ചങ്ങല ഒഴികെ എല്ലാവരും എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുക. ഹല്ലേലൂയ. ഇതെങ്ങനെ പറ്റുന്നു ദൈവമക്കളെ? ഇത് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തത് കൊണ്ടാണ് പറ്റുന്നത്. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ അവിടുന്ന് എന്നിലൂടെ മഹത്വപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അത് സമ്മതിക്കുന്നത്, അത് പറ്റുന്നത്. അങ്ങനെ കർത്താവിൻ്റെ വക്താക്കളായി മാറാൻ ഞാൻ നിങ്ങളും ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ നിറയ്ക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അതിൽ നടുവിലൊരു പക്ഷെ നമ്മുടെ ജീവൻ ഹോമിക്കേണ്ടി വന്നേക്കാം, നമ്മുടെ ജീവൻ പോകേണ്ടി വന്നേക്കാം. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്തെന്നാണ് തെർത്തുല്യം പറഞ്ഞേക്കുന്നത്. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ആയിരക്കണക്കിന് സുവിശേഷകരായി നിൽക്കുന്നത്. അല്ലേ, നിങ്ങൾ ഉണർവ് നടക്കുന്ന ദേശങ്ങളൊക്കെ നിങ്ങൾ നോക്ക്. അവിടെ എല്ലാം ഇന്നലകളിൽ ക്രിസ്ത്യാനികളെ ശവപ്പറമ്പുകളായി മാറിയിട്ടുണ്ട്, മിഷനറിമാരുടെ ശവപ്പറമ്പുകളായി മാറിയിട്ടുണ്ട്. ഇന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ മക്കളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിൽ അതിനായിട്ട് ദൈവം നമ്മളെ കരുത്തരാക്കി മാറ്റുകയാണ്.
പൗലോസിനെ പോലെ ദൈവശബ്ദം കേട്ട് പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിനെ ഉയർത്താൻ നമ്മളെ തന്നെ സമർപ്പിക്കുക. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗ്ഗപിതാവേ, എത്ര ഹൃദ്യമായിട്ട് അങ്ങ് ഞങ്ങളോട് ഇടപെട്ടു, എത്ര ആഴമായിട്ട് ഞങ്ങളോട് ഇടപെട്ടു. ഇതുദിന മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കൃപയിൽ മറക്കണം, അനുഗ്രഹിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.